ഹായ് കിഡീസ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഏതാ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? സ്വരാക്ഷര ചിഹ്നങ്ങൾ. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഏതാ പഠിച്ചേ? ആ. അതിനെന്താ പഠിച്ചേ? ചിഹ്നങ്ങൾ ഇല്ല. പിന്നീട് ഏതാ പഠിച്ചേ? ആ. ഓർക്കുന്നുണ്ടോ കൂട്ടുകാരി? ആ സ്വരാക്ഷരത്തിന്റെ ചിഹ്നം. ആ സ്വരാക്ഷരത്തിന്റെ ചിഹ്നം. പിന്നീട് ഈ ഈ സ്വരാക്ഷരത്തിന്റെ ചിഹ്നം മുകളിൽ നിന്ന് താഴത്തോട്ടൊരു വള്ളി. ഓക്കെ. അടുത്ത ക്ലാസ്സിൽ ഏതാ പഠിച്ചേ? ഈ സ്വരാക്ഷരത്തിന്റെ ചിഹ്നം എങ്ങനാ? ഒരു സർക്കിളോട് കൂടി ഇങ്ങനെ വന്ന് താഴത്തോട്ട് വള്ളി അല്ലേ? ഈ. പിന്നീട് ഏതാ? ഊ സ്വരാക്ഷരത്തിന്റെ ചിഹ്നം ഓർക്കുന്നുണ്ടോ? ഊ അല്ലേ? പിന്നീട് ഊ എങ്ങനാ? രണ്ട് സർക്കിൾ ഇട്ട് കൊടുക്കുക അല്ല അടിയില്ലേ? ലാസ്റ്റ് ക്ലാസ്സിൽ ഏതാ നമ്മൾ പഠിച്ചേ? കാണുന്നുണ്ടോ? സ്വരാക്ഷരത്തിന്റെ ചിഹ്നം എങ്ങനെ പഠിച്ചു? ഓക്കെ. അല്ലേ? ഇത്രയല്ലേ പഠിച്ചത് നമ്മള്? ഓക്കെ. ഇതൊക്കെ കൂട്ടുകാര് പഠിച്ചു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് എന്നുള്ള സ്വരാക്ഷരത്തിന്റെ ചിഹ്നം. സ്വരാക്ഷരം ഓർമ്മയുണ്ടോ? എങ്ങനെ എഴുതി? എ. ഓക്കെ. സ്വരാക്ഷരത്തിന്റെ ചിഹ്നം എങ്ങനെയാ? ശ്രദ്ധിച്ചു നോക്കേ. എങ്ങനെയാ? നമ്മള് സർക്കിള് വരച്ച് അതിനോട് ചേർന്നിതാ ഇങ്ങനെ റ പോലെ. ഓക്കെ. ഇതാണ് സ്വരാക്ഷരത്തിന്റെ ഏകാരം പറയും അല്ലെങ്കിൽ ചിഹ്നം. എങ്ങനെ എഴുതും? നമ്മള് റാ പഠിച്ചില്ല? റാ എങ്ങനെ എഴുതി? താഴെന്ന് ഇങ്ങനെ കറങ്ങി താഴെന്ന് ഇങ്ങനെ കറങ്ങി മുകളിലോട്ട് വന്ന് വീണ്ടും താഴത്തോട്ട്. ഇത് റാ. ചിഹ്നം എങ്ങനെ എഴുതും നമ്മള്? അതിനകത്തോട്ട് ഒരു സർക്കിള് വരച്ചിട്ട് ആ സർക്കിളിൽ നിന്ന് കറങ്ങി ഇങ്ങനെ വന്ന് താഴത്തോട്ട്. ഇതാണ് സ്വരാക്ഷരത്തിന്റെ ചിഹ്നം. മനസ്സിലായോ? എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സാമ്പിൾ നോക്കാം. ശ്രദ്ധിച്ചു നോക്കിയേ. പ്ലസ് എന്തായി മാറും? നമ്മൾ കായിന് എന്തോ ചെയ്യണം? ചിഹ്നം ഇട്ട് കൊടുക്കുക. അപ്പൊ ചിഹ്നം നമുക്ക് ആദ്യം ഇട്ട് കൊടുത്ത് പിന്നീട് എന്തോ എടുത്ത് എഴുതുക? അതുപോലെ എടുത്ത് എഴുതുക. എന്തോ വായിക്കും അപ്പോ? നല്ല ചിഹ്നം. അപ്പൊ കായിനോട് ചേർന്ന് നമ്മൾ എന്തോ വായിക്കണം? ചിഹ്നം ചേർത്ത് കെ. എന്തോ വായിക്കും? കെ. എന്നുള്ള പ്രൊനൗൺസിയേഷൻ വരും. കായിനോട് ചേർന്ന് വായിക്കണം. ഓക്കെ. അടുത്ത് നോക്കിയേ. പ്ലസ് എന്തായി മാറും? നമ്മള് ചിഹ്നം ചേർത്ത് എന്തോ വായിക്കും? ഇതൊക്കെ പഠിച്ചാലേ അക്ഷരങ്ങള് വാക്കുകൾ എഴുതാൻ വേണ്ടി പറ്റത്തുള്ളൂ. പ്ലസ് നമ്മൾ എന്തോ ചേർക്കണം? ചിഹ്നം ചേർക്കുക. അതിനോട് ചേർന്ന് എങ്ങനെ വായിക്കും? എന്നുള്ള ഒരു പ്രൊനൗൺസിയേഷൻ തന്നെ അവിടെ കിട്ടും. ചിഹ്നം ചേർത്ത് വായിക്കുമ്പോ അത് ഏത് അക്ഷരത്തിനാണോ അതിനോട് ചേർന്ന് വേണം ചിഹ്നം ചേർത്ത് വായിക്കാൻ. ഇവിടെ ഏത് ചിഹ്നം വരുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അതിനാ ഇത് മനസ്സിലാക്കി പഠിക്കണ്ടേ. അടുത്ത നോക്കിയാട്ടെ. പ്ലസ് എന്തായി മാറും? ചിഹ്നം ചേർത്ത് നമുക്ക് എങ്ങനെ വായിക്കാം? അതുപോലെ നോക്കിയാട്ടെ. പ്ലസ് എന്തായി മാറും? ഗുഡ്. അല്ലേ? ഓക്കെ. എന്തായിരുന്നു പഠിക്കുന്നത് നമ്മള്? സ്വരാക്ഷരത്തിന്റെ ചിഹ്നം മനസ്സിലായോ എല്ലാവർക്കും? പ്ലസ് കെ. പ്ലസ് 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 ഒന്നുമില്ല. നമ്മള് ചിഹ്നം ഇതാണ്. അത് ഒരു അക്ഷരത്തിന്റെ കൂടെ വരുമ്പോ നമുക്ക് ആ അക്ഷരം ആ ചിഹ്നത്തോട് ചേർത്ത് വായിച്ചാൽ മതി. അതിനാ ചിഹ്നങ്ങളെ ഓരോ ക്ലാസ്സിൽ ഓരോന്നായിട്ട് എടുക്കുന്നത് എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട്.
നോക്കിയിട്ട് നമുക്ക് കുറച്ച് വാക്കുകൾ എ ചിഹ്നം ചേർത്തിട്ട് വായിക്കാം. ശ്രദ്ധിച്ചാൽ മതി. എ സ്വരാക്ഷരത്തിന്റെ എ ചിഹ്നം നമുക്ക് വായിച്ചു നോക്കാലോ. പെട്ടി. പെട്ടി. ഇവിടെ എന്തോ വരുന്നു? ആ പായിന്റെ കൂടെ എ ചിഹ്നം ചേർത്ത് പാ വായിച്ചു അല്ലെ. അപ്പൊ എന്തോ പെട്ടി. ചെപ്പ്. ചെപ്പ്. ചെടി. ചെടി. കെണി. കെണി. വെട്ടം. വെട്ടം. വായിനോട് നമ്മള് എ ചിഹ്നം ചേർത്ത് എങ്ങനെ വായിച്ചു? വേ അല്ലെ. വെട്ടം. കൂട്ടുകാർക്ക് മനസ്സിലായി ഇന്നത്തെ ക്ലാസ്? എ സ്വരാക്ഷരത്തിന്റെ എ ചിഹ്നം. അത് ആ അക്ഷരത്തോട് കൂടി നമ്മൾ ഏത് ചിഹ്നം ഇട്ട് കൊടുക്കുന്ന? ഇപ്പൊ ഇവിടെ എ ചിഹ്നം ആയതോട് അക്ഷരത്തോട് ചേർന്ന് വായിച്ചപ്പോ ആ ഒരു പ്രൊനൗൺസിയേഷൻ കിട്ടും നമുക്ക്. ഏതാ എ എന്നുള്ളത്? അത് ഏത് അക്ഷരാന്നോ നിങ്ങൾ നോക്കുക, അതിനോട് ഏത് ചിഹ്നാന്നോ നോക്കുക, അത് ചേർത്ത് വായിക്കുക. ഇപ്പൊ ഇവിടെ ചായനോട് നമ്മൾ എ ചിഹ്നം വന്നതുകൊണ്ട് എങ്ങനെ അതിനോട് ചേർത്ത് വായിച്ചു? ചേ. അതുപോലെ കായിനോട് എ ചിഹ്നം വന്നപ്പോ കാ നമ്മൾ എന്തോ ചേർത്ത് വായിച്ചു? ചിഹ്നം ചേർത്ത് എങ്ങനെ വായിച്ചു? കെ. ഓക്കെ, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പൊ അവർക്ക് അത് യൂസ്ഫുൾ ആവും, പഠിക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.